കരിമണൽ ഖനന അഴിമതിയിലെ മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ധീവര ഐക്യവേദി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സാമുദായിക രാഷ്ട്രീയ വമ്പന്മാരെ ഒഴിവാക്കി വീണ വിജയനെ മാത്രം കുറ്റവാളിയാക്കുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ പോലെ കേരളത്തിന് ധനസ്രോതസ്സാണ് കരിമണൽ. സഹസ്രകോടിയുടെ കരിമണൽ CMRL പോലുള്ള സ്ഥാപനങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയാണ്. ഇവർക്ക് സംരക്ഷണവും ഒത്താശയും നൽകുന്നത് സമുദായ നേതാക്കളും രാഷ്ട്രീയക്കാരുമാണ്. CMRL ഉടമ ഏക്കർ കണക്കിന് ഭൂമിയാണ് ബിനാമികളുടെ പേരിൽ ആലപ്പാട്ട് പഞ്ചായത്തിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. നിർലോഭം കരിമണൽ കടത്താനാണ് നേതാക്കളെ പണം കൊടുത്ത് നിശബ്ദരാക്കിയിട്ടുള്ളത്. കേരളത്തിൽ 40 നിയോജക മണ്ഡലങ്ങളിൽ ധീവര സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ടെന്ന് വീമ്പു പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിറ്റ് സഹസ്രകോടീശ്വരനായിരിക്കുന്ന ധീരവ നേതാവാണ് പതിറ്റാണ്ടുകളായി കരിമണൽ ലോബിക്ക് ഒത്താശം നൽകി വരുന്നത്. ഇയാളുടെയും ചെറുമകന്റെയും ധനസ്രോതസ് ED അന്വേഷിക്കണം. കരിമണൽ മാഫിയയുടെ ഏജന്റായ ഇയാൾ ധീവരരുടെ സംഘടനാ നേതാവായി തുടരുകയാണ്. ധീവര സമുദായത്തിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ 18 ഉച്ചയ്ക്ക് 2 മാലിയങ്കര കോട്ടുവള്ളിക്കാട് ഹിന്ദുമത യോഗക്ഷേമ സഭാഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ സമരപ്രഖ്യാപനം നടത്തും. 18ഓളം സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് ധീവര ഐക്യവേദി കൺവീനർ സ്വാമി ബാലകൃഷ്ണനാഥ്, ജോയിന്റ് കൺവീനർ MR സഹജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ ടൈം, പറവൂർ.